നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ കൃഷ്ണകുമാറിൻ്റെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും പരാതികൾ SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സ്ഥാപനത്തിലെ കണക്കുകൾ ആദ്യം ഓഡിറ്റിംഗ് നടത്താനും പോലീസ് തീരുമാനിച്ചു. സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ പോലീസിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുന്നത്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ കടയിലെ ജീവനക്കാരികൾ 69 ലക്ഷം രൂപ അപഹരിച്ചെന്ന പരാതിയാണ് ആദ്യം പോലീസ് പരിശോധിക്കുന്നത്. ജീവനക്കാർ സാമ്പത്തിക ആരോപണം നടത്തിയിട്ടുണ്ടെന്നാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും പരാതി. എന്നാൽ തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ജീവനക്കാരുടെ വാദം. സംഭവത്തിൽ വിശദ അന്വേഷണത്തിനായി കാവടിയാർ മുതൽ അമ്പലമുക്ക് വരെയുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കാവടിയാറിലെ സ്ഥാപനത്തിൽ QR കോഡ് മാറ്റി 2024 ജൂലൈ മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. ഇതിൽ 4 പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾക്കും എതിരായ കേസ്. വിഷയം സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നെന്ന ജീവനക്കാരുടെ പരാതിയിലാണ് കേസ്. എന്നാൽ പരാതി വ്യാജമാണെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. എന്നാൽ കൃഷ്ണകുമാറിന്റെ ആരോപണം നിഷേധിച്ച് ജീവനക്കാരും രംഗത്തെത്തിയിരുന്നു. ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.